കിട്ടിയ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. തൃശ്ശൂരിൽ അതിരപ്പള്ളി മലക്കപ്പാറ ആനക്കയത്ത് കാട്ടാന കാർ ആക്രമിച്ചു. വാഹനത്തിന്റെ ചില്ല് തകർന്നിട്ടുണ്ട്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എപ്പോഴായിരുന്നു സംഭവം? അതുപോലെ തന്നെ യാത്രക്കാർക്ക് പരിക്കേൽക്കുക അത്തരത്തിലെന്തെങ്കിലും വാർത്തകൾ ലഭിക്കുന്നുണ്ടോ? ഭദ്ര, ഇന്ന് ഉച്ചയ്ക്കായിരുന്നു ഇങ്ങനൊരു കാട്ടാനാക്രമണം ഉണ്ടായത്. അതിരപ്പള്ളി ആനക്കയം മലക്കപ്പാറ ഈ ഭാഗത്തായിരുന്നു ആക്രമണം. സാമി റോഡിൽ, കൃത്യമായി പറഞ്ഞാൽ മലക്കപ്പാറ സാമി റോഡിൽ വെച്ചായിരുന്നു സംഭവം ഉണ്ടായത്. തമിഴ്നാട് സ്വദേശികളാണ് ഈ കാറിലുണ്ടായിരുന്നത്. ഈ കാറാണ് കാട്ടാന ആക്രമിച്ചത്. ആക്രമിക്കുന്ന സമയത്ത് ഒരു കാട്ടാനയും ഒപ്പം ഒരു കുട്ടിയാനയും ഉണ്ടായിരുന്നു. ഈ ആനയ്ക്കും കുട്ടിയാനയ്ക്കും സമീപത്ത് തന്നെ കാടിനുള്ളിൽ മറ്റൊരു ആനക്കൂട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അവർ റോഡിലേക്ക് ഇറങ്ങിയില്ല. ഈ കാട്ടാനയും കുട്ടിയാനയും മാത്രമായിരുന്നു റോഡിൽ ഉണ്ടായിരുന്നത്. 10 മിനിറ്റ് നേരം ഈ കാട്ടാന കാറ് തടഞ്ഞിട്ട് ഈ കാട്ടാന കാറിനെ നേരെ പാഞ്ഞെടുത്ത ശേഷം കൊമ്പുകൊണ്ട് കാറിൽ കുത്തുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തു. ഈ ആക്രമണത്തിൽ കാറിന്റെ ചില്ല് തകർന്നിട്ടുണ്ട്. അതുവഴി കാറിന്റെ മുൻഭാഗത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ മലക്കപ്പാറ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ്. അവർ മലക്കപ്പാറ വഴി അതിരപ്പള്ളി ഭാഗത്തേക്ക് വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. ഈ ആക്രമിക്കുന്ന സമയത്ത് എതിർ ദിശയിൽ നിന്ന് വന്നിരുന്ന കാറിലെ യാത്രക്കാരാണ് ഇത്തരം ഒരു ദൃശ്യങ്ങൾ അവരുടെ കാറിനകത്ത് ഇരുന്ന് ചിത്രീകരിച്ചത്. എന്തായാലും യാത്രക്കാർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഒരു 10 മിനിറ്റ് നേരം ഈ കാറ് റോഡിൽ തടഞ്ഞിട്ട ശേഷം പിന്നീട് ആനയും അതുപോലെ കുട്ടിയാനയും കൂടി തിരികെ കാട്ടിലേക്ക് കയറിയതിനു ശേഷമാണ് ഈ കാറ് മുന്നോട്ടെടുത്ത് പോകാനായത്. എന്തായാലും ഈ മേഖലയിൽ നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ ഈ അടുത്തിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ കാട്ടാനയുടെ ആക്രമണം കഴിഞ്ഞ ദിവസം അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വരെ കാട്ടാന എത്തി. ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന കാട്ടാന വന്ന് സ്റ്റേഷന്റെ കോമ്പൗണ്ടിലുണ്ടായിരുന്ന തെങ്ങിൽ നിന്ന് പട്ട പറിച്ചു തിന്നതിന് ശേഷം അവിടെ നിന്നും പോയി. പോലീസുകാർ ഉൾപ്പെടെ സ്റ്റേഷനിൽ ഇറങ്ങി ശേഷമാണ് ഒറ്റവെച്ച് ആനയെ തുരത്തിയത്. ഈ പ്രകൃതി ഗ്രാമം എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തും ഇതുപോലെ കാട്ടാനാക്രമണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായി, ഇന്നലെയും ഉണ്ടായിരുന്നു. ഈ പ്രകൃതി ഗ്രാമത്തിലെത്തി ജനൽ ചില്ലുകളും അതുപോലെ ചെടിച്ചെടികളും ഉൾപ്പെടെ തകർക്കുന്ന ഒരു സംഭവം ഉണ്ടായി. നാളുകൾക്ക് മുന്നേ നമുക്കറിയാം അവിടുത്തെ വാച്ചുമരം കോളനിയിലെ ആദിവാസി ഒരു മൂപ്പന്റെ ഭാര്യയെ കാട്ടാന കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായി. എന്തായാലും ഈ വിഷയങ്ങളിൽ കടുത്ത പ്രതിഷേധമാണ് ദിവസങ്ങളായി ഇവിടെ നടക്കുന്നത്. ആ സമയത്ത് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ള നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ BJP പ്രവർത്തകർ ഉൾപ്പെടെ ഈ മേഖലയിൽ പ്രതിഷേധം പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. വനംവകുപ്പ് കൃത്യമായി ഈ കാട്ടാനെ തുരത്തുന്നതിനുള്ള നടപടികൾ എടുക്കുന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പക്ഷേ അതിനുശേഷവും നാൾക്ക് നാൾ ഈ മേഖലയിൽ ഈ അതിരപ്പള്ളി മലക്കപ്പാറ വരുന്ന ഈ റൂട്ടിൽ കാട്ടാനയുടെ ആക്രമണം പതിവായിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും നാട്ടുകാർ പറയുന്നത് കൃത്യമായി വനംവകുപ്പ് ഈ മേഖലയിൽ ഇന്നിപ്പോൾ അവധി ദിവസമാണ്, നാളെയും മറ്റന്നാളും എല്ലാം അവധി ദിവസങ്ങളാണ്. ഈ അവധി ദിവസങ്ങളിൽ നിരവധി വിനോദസഞ്ചാരികൾ ഈ അതിരപ്പള്ളി മേഖലയിലേക്ക് എത്തും. വേണ്ടത്ര മതിയായ സുരക്ഷ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരുക്കണം, പട്രോളിംഗ് ശക്തമാക്കണം എന്നാണ് ഈ വിഷയം ഉണ്ടായതിനു ശേഷം നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. ഭദ്ര, വ്യക്തമാണ് അനീഷ്. എന്തായാലും അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ സ്കൂൾ അടച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള അവധി ദിവസങ്ങളാണ് ഇനി വരും ദിവസങ്ങളിലൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോഴൊക്കെ വിനോദസഞ്ചാരികൾ അതിരപ്പള്ളി മേഖലയിലേക്കുമൊക്കെ വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും വനം വകുപ്പ് ഇതിൽ വ്യക്തമായൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. കാരണം നാൾക്ക് നാൾ കാട്ടാനയുടെ ആക്രമണം അതുപോലെ തന്നെ കാട്ടുപന്നികളുടെ ആക്രമണമൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ചും ഈ മലക്കപ്പാറ പ്രദേശത്തൊക്കെ ഇന്നിപ്പോൾ തലനാരിഴയ്ക്കാണ്, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തലനാരിഴയ്ക്കാണ് ഒരു കുടുംബം രക്ഷപ്പെട്ടത്. എന്തായാലും കാറിന്റെ ചില്ലടക്കം ആന നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അനീഷ് ആന്റണിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.